ശ്രീ KVS ഹരിദാസ്, എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം വളരെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തിൽ സ്ഥലമൊഴിഞ്ഞു പോയിട്ടും അത് വിശദീകരിക്കാൻ സർക്കാരിന് കഴിയാതെ പോകുന്നത്? അല്ല നികേഷ്, ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം രാജിക്ക് കാരണമായി പറഞ്ഞത് വ്യക്തിപരമായ കാരണങ്ങളാണ്. അപ്പോൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്താൽ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോ ഇല്ലാതായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, പഴയ കാലത്ത് ഒരു കമ്മീഷണറേ ഉണ്ടായിരുന്നുള്ളൂ 90 വരെ. പിന്നീട് ഈ TN ശേഷൻ വന്ന സമയത്ത് TN ശേഷനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാലോ വേറെ 2 കമ്മീഷണർമാരെ കൊണ്ടുവന്നത്. അത് ചരിത്രമാണ്. പക്ഷേ അവസാനം ആ 2 കമ്മീഷണർമാരെ നിയമിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. പിന്നെ 93 നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് വേറെ 2 പേരെ കൂടി ചേർത്ത് 3 കമ്മീഷനാക്കി അത് മാറ്റിയത്. അതുകൊണ്ട് ഒരാളാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കണം. ഇവിടെ ഒരംഗം ഫെബ്രുവരിയിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ആയ സമയത്ത്, കാലാവധി കഴിഞ്ഞ സമയത്ത് ഒഴിഞ്ഞു മാറി. രണ്ടാമത്തെ ആൾ ഇന്നലെ രാജിവെക്കുകയും ചെയ്തു. ഈ നിലയിൽ നമുക്ക് പക്ഷെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷനുണ്ട്. ഇങ്ങനെ ഒഴിവ് വന്നാൽ അത് നികത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ട്. ആ സെർച്ച് കമ്മിറ്റി കൂടി പാനൽ നിശ്ചയിക്കുകയും അതിനുശേഷം പ്രധാനമന്ത്രി അധ്യക്ഷനായ കമ്മിറ്റി കൂടി ആളുകളെ നിയമിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ പ്രയാസമുണ്ടാകില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഈ 2 ഒഴിവുകൾ നികത്താൻ ഗവൺമെൻറ്റിന് കഴിയും. അതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നാണ് നികേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം.